എൻ്റെ പേര് മുഹമ്മദ് ഉസ്മാൻ, സ്വദേശം ആലുവയാണ്. ഞങ്ങൾ ഖത്തറിലെ സെറ്റിൽഡാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറീന വണ്ണിൻ്റെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 2021 മുതലാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നതും അതിലേക്ക് എത്തുന്നതും. അതിനുശേഷം അങ്ങനെ അതിൻ്റെ രജിസ്ട്രേഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇൻറ്റീരിയറിൻ്റെ ഒരു സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പല കമ്പനികളും നോക്കിയിരുന്നു. പിന്നെ അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഡോക്ക് ഇൻറ്റീരിയറിനെ പരിചയപ്പെടുന്നതും റിയാസ് ഭായി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ. നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് കിട്ടുമ്പോൾ ഇതൊരു ഓപ്പൺ സ്പേസാണിത്. നമ്മളുടെ മനസ്സിലുള്ള ഒരു പ്ലാനൊക്കെ എത്രത്തോളം അത് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളൊരു ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഡിസൈൻ സ്റ്റേജ് മുതൽ തന്നെ ഇവരുടെ ടീം കോപ്പറേറ്റീവ് ആയിരുന്നു. തുടക്കം മുതലേ കൊട്ടേഷൻസൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നു. അതിനുവേണ്ട അമെൻമെൻറ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞ ആ രീതിയിലൊക്കെ അവർ അമെൻഡ് ചെയ്തു, കൊട്ടേഷനൊക്കെ തന്നു, ഫൈനലൈസ് ചെയ്തു. അങ്ങനെ ഡിസൈൻ സ്റ്റേജിൽ പിന്നെ ഞാനും വൈഫും ഖത്തറിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് വന്നു. ഒരു ഹാഫ് ഡേ ആളുടെ ഡിസൈനറുടെ കൂടെ തന്നെ ഇരുന്നു. ഞങ്ങൾക്ക് എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ രീതിയിലേക്ക് ആ ഡിസൈനെ കൊണ്ടുവരാനായിട്ട് ശരിക്കും വൈശാഖ് വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ പ്രയത്നിച്ചു, അതിലേക്ക് എത്തിച്ചു. വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇവരുടെ ഫുൾ ടീം A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചില്ലെങ്കിലും അത് അതിൻ്റേതായ രീതിയിൽ എത്ര തവണ റിവൈസ് ചെയ്ത് തരാനും ഒരു മടിയും കാണിച്ചിരുന്നില്ല. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ആഗ്രഹിച്ചതിനേക്കാളും നല്ല രീതിയിൽ ഇവർ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. മെയിനായിട്ട് എൻ്റെ വൈഫ് തന്നെയാണ് ഇതിൻ്റെ കൂടുതൽ അതിലേക്ക് ഇൻട്രസ്റ്റ് കാണിച്ചതും. പിന്നെ അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മുടെ റിയാസ് ഭായി, അദ്ദേഹം ശരിക്കും ഞങ്ങളോടൊപ്പം തന്നെ നിന്ന് നല്ല സിൻസിയറായിട്ട് തന്നെ ഇൻവോൾവ് ചെയ്ത്, അപ്പോൾ നമ്മളുടെ ഒരാളായിട്ട് തന്നെ, കാരണം ഞങ്ങളിവിടെ ഇല്ലാത്തവരാണ്. ഞങ്ങൾ ഖത്തറിൽ നിന്നിട്ട് റിമോട്ടായിട്ടായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് ഇത്രയും എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ അതിന് ഇവരുടെ എല്ലാവരുടെയും തന്നെ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഡോക്കിനെ കുറിച്ച് എടുത്തു പറയാനുള്ളത് ഇവരുടെ കംപ്ലീറ്റ് ക്രൂ, അതായത് സെയിൽസ് ടീം മുതൽ ജോഫിൻ, അതുപോലെ ഡിസൈനർ വൈശാഖ്, പിന്നെ പ്രോജക്റ്റ് ടീമായിട്ടുള്ള അസ്കർ, അക്ഷയ്, അതുപോലെ ഇതിലെല്ലാം ഓൾറൗണ്ടറായിട്ട് പ്രവർത്തിച്ച റിയാസ് ഭായി. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പ്രയത്നമായിരുന്നു ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു കംപ്ലീഷനിൽ വന്ന ഒരു പെർഫെക്ഷൻ. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, ഇപ്പം നമ്മളൊരു ഡിസൈനിലൊരു കളർ തീം പറഞ്ഞാലും അതിൻ്റെ എല്ലാ വശങ്ങളും അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. അതിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വൈഫിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. കാരണം ഇൻറ്റീരിയർ തുടക്കം മുതൽ എന്നോട് പറയായിരുന്നു, ഇൻറ്റീരിയർ അല്ല സിമ്പിളായിരിക്കണം, എന്നാൽ എലഗൻ്റ് ആയിരിക്കണം. അതും എല്ലാം കോറിലേറ്റ് ചെയ്തിട്ട് ശരിക്കും ഇവർ നമ്മളെന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു രീതിയിലേക്ക് ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേ വൈശാഖ് പറയായിരുന്നിട്ട് അത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നന്നായി വരും എന്നുള്ളത്. പക്ഷെ അതേപോലെ തന്നെ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്.